നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിന് സെഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ 27.6 മില്യൺ പീപ്പിൾ എൻഗേജ് ഇൻ ഫോഴ്സ് ലേബർ ഇൻ 2021 സേസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നുള്ള ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. സോ ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്ന GS പേപ്പർ 2 വരുന്ന സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് ഇന്റർനാഷണൽ ബോഡിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ILO എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. ആ ഒരു ടോപ്പിക്കിലും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു വാർത്തയെ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി നമുക്ക് എക്സാംസിന് വളരെയധികം ഈ ഫോഴ്സ് ലേബറിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻസിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും അതേപോലെ ഈ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രിലിംസിന്റെ ആംഗിളിൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ആയിരിക്കും എക്സാം ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അത് തന്നെ ഈ ഒരു റിപ്പോർട്ടിനകത്ത് കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഫോഴ്സ് ലേബർ എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. കാരണം എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ILOയുടെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ തന്നെ ഡെഫിനിഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫോഴ്സ് ലേബർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ വർക്ക് ദാറ്റ് ഈസ് പെർഫോം ഇൻവോളണ്ടറി. അതായത് ഈ പറഞ്ഞ നമ്മൾ സ്വമേധയെ അല്ല ചെയ്യുന്നത്, നമ്മൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യുന്ന വർക്കുകളെ ഇൻവോളണ്ടറി മീൻസ് അതാണ് ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇൻവോളണ്ടറി ആൻഡ് അണ്ടർ ദ മെനൻസ് ഓഫ് എനി പെനാൽറ്റി എന്തെങ്കിലും ശിക്ഷയുടെ ഒക്കെ ഭാഗമായിട്ട് ഒക്കെ തന്നെ ചെയ്യുന്ന വർക്കുകളെയാണ് ഫോഴ്സ്ഡ് ലേബർ ആയിട്ട് ILO ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് persons are coerced to work through the use of violence or intimidation or by more subtle means such as manipulated debt, retention of identity papers or threats of denunciation to immigration authorities etc. can also comes under forced labor എന്നുള്ള കാര്യം ഓർക്കാം. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ ഹയർ ചെയ്തു, വർക്കിന് വേണ്ടിയിട്ട് ഹയർ ചെയ്തു, എന്നിട്ട് ആൾക്ക് പറഞ്ഞ വേതനം നമ്മൾ കൊടുക്കാതിരിക്കുക, പറഞ്ഞ വേജസ് നമുക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സാലറി ഓൺ ടൈമിൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ ഈ പറഞ്ഞ പാസ്പോർട്ട് നിർബന്ധിച്ച് പിടിച്ചു വെച്ചതിന് ശേഷം ഈ പറഞ്ഞ അവർക്കത് ലീവിനും കാര്യങ്ങൾക്കും പോകാനായിട്ട് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഈ ബലം പ്രയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിനെയാണ് വോളണ്ടറി അല്ലാണ്ട് നമ്മൾ സ്വമേധയാ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഇൻവോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഏതൊരു കാര്യത്തിനെയും ILOയുടെ ഡെഫിനേഷനകത്ത് എന്തിനായിട്ട് പരിഗണിക്കാൻ സാധിക്കും? ഫോഴ്സ്ഡ് ലേബർ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഇനി ഈ ഫോഴ്സ്ഡ് ലേബറിനെ തടയാനായിട്ട് ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ എടുക്കണം. നമ്മുടെ ആർട്ടിക്കിൾ 23 ഓക്കെ, ആർട്ടിക്കിൾ നമ്പർ 23 ബേസിൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് ലേബർ നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് ഒരു പോയിന്റ് ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ഫോഴ്സ്ഡ് ലേബർ ആർട്ടിക്കിൾ 23 പ്രകാരം ഈ പറഞ്ഞ പോലെ പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആ ഒരു രീതിയിലാണ് ആർട്ടിക്കിൾ 23 ഒക്കെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി തിരിച്ച് ഈ പറഞ്ഞ വാർത്തയിലേക്ക് വരാം. 27.6 മില്യൺ പീപ്പിൾ എൻഗേജ് ഇൻ ഫോഴ്സ്ഡ് ലേബർ ഇൻ 2021 2021 ഗ്ലോബൽ അടിസ്ഥാനത്തിലാണ് കേട്ടോ, ഇന്ത്യയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഗ്ലോബൽ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഈ പറഞ്ഞ 27.6 മില്യൺ ആൾക്കാരായിരുന്നു ഫോഴ്സ്ഡ് ലേബറിന്റെ ഭാഗമായിട്ട് ഇവിടെ വർക്ക് ചെയ്തത് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഈ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റീസെന്റ് റിലീസ് ചെയ്ത പ്രോഫിറ്റ്സ് ആൻഡ് പോവർട്ടി ദ എക്കണോമിക്സ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ എന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിലിംസിന്റെ ഒരു ആംഗിളിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പ്രോഫിറ്റ്സ് ആൻഡ് പോവർട്ടി ദ എക്കണോമിക്സ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ റീസെന്റ് വാസ് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഓപ്ഷൻ ആയിട്ട് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കാണും. അല്ലെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ILO എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഒരു 2-3 സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതിനകത്ത് ഒരെണ്ണമായിരിക്കും ഇത് വരുന്നത്. പ്രോഫിറ്റ്സ് ആൻഡ് പോവർട്ടി ദ എക്കണോമിക്സ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ഇസ് റിപ്പോർട്ട് വിച്ച് വാസ് റീസെന്റ് പബ്ലിഷ്ഡ് ബൈ ILO എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞൊരു കാര്യം നോക്കിയും ദ ട്രാഫിക്കേഴ്സ് ആൻഡ് ക്രിമിനൽസ് ആർ ജനറേറ്റിംഗ് ക്ലോസ് ടു അപ്രോക്സിമേറ്റ്ലി $10,000 പെർ വിക്ടിം. അതായത് ഒരു ഇത്തരത്തിൽ ഫോഴ്സ് ലേബർ പ്രകാരം എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള ഫോഴ്സ്ഡ് ലേബറിലൂടെ കമ്പനികളും അല്ലെങ്കിൽ ട്രാഫിക്കേഴ്സ് ഒക്കെ തന്നെ ക്രിമിനൽസ് ഒക്കെ തന്നെ അക്വയർ ചെയ്യുന്ന വെൽത്ത് നോക്കി ഒരു വിക്ടിമിൽ നിന്നും $10,000 ആണ് നേടുന്നത്. അത് പണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് $8,000 എങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2,000 അല്ലെങ്കിൽ $1,800 വർധനമാണ് ഓരോ ഈ ഫോഴ്സ്ഡ് ലേബറിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ നേടുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്ത് 27.6 മില്യൺ ആൾക്കാർ ഫോഴ്സ് ലേബറിന്റെ ഭാഗമായിട്ട് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആളുകളെ ഫോഴ്സ് ലേബറിന്റെ ഭാഗമാക്കി വെക്കുമ്പോഴേക്കും കമ്പനികൾക്കും അല്ലെങ്കിൽ അവരെ വെക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഹയസ്റ്റ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയത് യൂറോപ്പ് ആൻഡ് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആണ്. $84 ബില്യൺ പ്രോഫിറ്റ് ആണ് ഇവർ നേടിയത്. ഫോളോഡ് ബൈ ഏഷ്യ ആണ് ആൻഡ് പസഫിക് ആൻഡ് അമേരിക്കാസ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ എന്താ പറയുക, ഇതൊരു ചോദ്യമായിട്ട് വരുവാണെങ്കിൽ as per the latest profits and poverty report released by ILO, consider the following statements ചോദിക്കാം. അതിനകത്ത് ചോദിക്കും as per the report the highest illegal profits acquired from forced labor was in Asian countries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അക്വയർ ചെയ്ത് യൂറോപ്പ് ആൻഡ് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആണ്. ഏഷ്യ അതിന്റെ ഫോളോഡ് ആയിട്ടാണ് 2ാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അമേരിക്കാസ് പിന്നെ ഈ പറഞ്ഞ പോലെ അറബ് സ്റ്റേറ്റ്സ് ഇവരെല്ലാമാണ് അതിന്റെ ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെയും സ്ഥിതികൾ ഇതിനകത്ത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എസ്പെഷ്യലി ഇന്ത്യൻ വർക്കേഴ്സ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ ഒക്കെ
കാര്യങ്ങളൊക്കെയാണെങ്കിലും ഈ സർവേയുടെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് നോക്കിയാൽ റിപ്പോർട്ട് ഓൾസോ സെഡ് ഫോഴ്സ്ഡ് കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അക്കൗണ്ട്സ് ഫോർ മോർ ദാൻ 2/3 ഓഫ് ദ ടോട്ടൽ ഇല്ലീഗൽ പ്രോഫിറ്റ്സ്. ഇങ്ങനെ ഈ ഫോഴ്സ്ഡ് ലേബറിലൂടെ നേടിയ പ്രോഫിറ്റ്സിന്റെ 73% ഏത് മാർഗത്തിലൂടെ വന്ന പ്രോഫിറ്റ് ആയിരുന്നു? ഫോഴ്സ്ഡ് കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിലൂടെ നേടിയ പ്രോഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന ഇല്ലീഗൽ മെത്തേഡിലൂടെ വന്ന ഒരു പൈസയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ILO കുറിച്ച്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നമ്മൾ പഠിച്ച കാര്യമാണ്, ഈ സ്ലൈഡിൽ കാണുന്നതാണ്. ആർട്ടിക്കിളും നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ILO കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് എ യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഫോർ ദ വേൾഡ് ഓഫ് വർക്ക് ആണ്. ILO എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഫോർ വേൾഡ് ഓഫ് വർക്ക് ആൻഡ് ഇറ്റ്സ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ടു അഡ്വാൻസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ത്രൂ സെറ്റിംഗ് ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ്. ലോകത്തെമ്പാടും ഈ പറഞ്ഞ തൊഴിലാളികൾ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചെയ്യുന്നത്, ടു അഡ്വാൻസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ത്രൂ സെറ്റിംഗ് ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ്. ദെൻ ഇവരുടെ ബേസിക് മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ILO's mandate as a basis for peace is expressed today as decent work for all. Decent work for all എന്നുള്ളതാണ് ഇവരുടെ മോട്ടോ ആയിട്ട് പറയേണ്ടത്. ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ആൻഡ് ഇവരുടെ പേരന്റ് ഓർഗനൈസേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ILO is also a member of United Nations Development Group. ഇപ്പം കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ILO എന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ വരാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വാസ് ക്രിയേറ്റഡ് ഇൻ 1919. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ആസ് പാർട്ട് ഓഫ് ദ ട്രീറ്റി ഓഫ് വെർസൈൽ ട്രീറ്റി, വിച്ച് നമ്മുടെ വേൾഡ് വാർ 1 എൻഡ് ചെയ്ത ട്രീറ്റി ആയിരുന്നു. ആ ട്രീറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഏതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് 1946 ILO became a specialized agency of newly formed United Nations. അപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ ILO യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിന്റെ ടോട്ടൽ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ നൗ ILO ഹാസ് 187 മെമ്പേഴ്സ് ആണുള്ളത്. ഇൻ ദാറ്റ് 186 ഔട്ട് ഓഫ് 193 UN മെമ്പേഴ്സ് സ്റ്റേറ്റ്സ് പ്ലസ് ദ കുക്ക് ഐലൻഡ്സ്. അപ്പോൾ 193 UN മെമ്പേഴ്സിനകത്ത് 186 രാജ്യങ്ങളും ILOയുടെ മെമ്പർ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ആ എക്സ്ട്രാ 1 ഉള്ളത് കുക്ക് ഐലൻഡ്സ് എന്നുള്ള പോയിന്റും മനസ്സിലാക്കിയിരിക്കാം. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ, എല്ലാ UN സ്റ്റേറ്റ്സും ഈ പറഞ്ഞ പോലെ എല്ലാ യുണൈറ്റഡ് നേഷൻസ് മെമ്പർ സ്റ്റേറ്റ്സും ILOയുടെ മെമ്പർ ആണോ? അല്ല. കാരണം 193 UN മെമ്പർ സ്റ്റേറ്റ്സിനകത്ത് 186 രാജ്യങ്ങളെ ഇവിടെയുള്ളൂ. ആ പോയിന്റും കൃത്യമായിട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എഡിറ്റോറിയൽ പേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് മറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ശരിക്കും പറയുന്ന MSPയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ ആ MSPയുടെ കാര്യങ്ങൾ നമ്മൾ ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് സമയത്ത് കൃത്യമായിട്ടും MSPയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പഠിച്ച കാര്യങ്ങളാണ്. സോ അത് വീണ്ടും വായിച്ച് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം കളയേണ്ട. നമ്മൾ അന്ന് കേട്ടതാണെങ്കിൽ പഠിച്ചതാണെങ്കിൽ വീണ്ടും അത് വായിച്ചതാക്കേണ്ട കാര്യമില്ല. സോ ഇന്നത്തെ ഒരു എക്സ്ട്രാ ആർട്ടിക്കിളായിട്ട് പറയാൻ സാധിക്കുന്ന എഡിറ്റോറിയൽ പേജിൽ ഇതാണ്. ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ടൈസ് ദാറ്റ് എപ്പിറ്റോമൈസ് ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഭൂട്ടാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന വ്യക്തി ഗൗതം ഭംബോല എന്ന് പറയുന്ന ഹീസ് എ ഫോമർ ഇന്ത്യൻ അംബാസഡർ ടു ഭൂട്ടാൻ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു പ്രവൃത്തി പരിചയത്തിനൊക്കെ ഭാഗമായിട്ട് ഇന്ത്യ രണ്ട് രാജ്യങ്ങളിലെയും ബന്ധങ്ങളുടെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ എന്തായാലും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ ഭാഗമാണ്, GS പേപ്പർ 2 IRന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ടോപ്പിക്കിനെ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിക്കകത്ത് ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഭൂട്ടാന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഭൂട്ടാൻ വൺ ഓഫ് ഇന്ത്യസ് നെയ്ബർ കൺട്രിയാണ്, ഇന്ത്യയായിട്ട് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ ഭൂട്ടാൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു രാജ്യമാണ് അല്ലേ. ഈ പറഞ്ഞ ഏകദേശം 38,394 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള രാജ്യമാണ് ഭൂട്ടാൻ, വിത്ത് പോപ്പുലേഷൻ ഓഫ് അറൌണ്ട് 7.7 ലാക്ക്. ഓക്കെ, 7.7 ലക്ഷം മാത്രമാണ് ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ. ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളും ഇതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോപ്പുലേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ നമുക്കറിയാം 140 കോടിയാണ് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ. അത് മാത്രമല്ല ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് 3.28 സ്ക്വയർ കിലോമീറ്റർ വരും. അപ്പോൾ ഇത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ് ഭൂട്ടാൻ. പക്ഷേ അങ്ങനെയല്ല നമ്മൾ അവരെ കണക്കാക്കിയിരിക്കുന്നത്. നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഭൂട്ടാനെ നമ്മൾ ആ ഒരു നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ബന്ധം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ആ ഒരു ക്ലോസ് ബന്ധം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 50 വർഷമായിട്ടും അതൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറി തന്നെയാണ് നിൽക്കുന്ന കാര്യം ഓർക്കുക. അത് മാത്രമല്ല റീസെന്റ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ഗലപ്പു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ഗലപ്പു പ്രൊജക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഫിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമുക്ക് UPSC സ്ഥിരമായിട്ട് ഇപ്പം ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. 3-4 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ആണെങ്കിലും പ്രൊജക്റ്റുകൾ ലെഫ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ പ്രൊജക്റ്റും റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ പ്രൊജക്ട്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ കൺട്രീസ് തന്നിരും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞ ഗലപ്പു ഓക്കെ ഫസ്റ്റ് വൺ
ഗലപ്പും പ്രൊജക്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പാർട്ട്ണറിംഗ് കൺട്രി ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നിന്ന് എഴുതും. രണ്ട് ഈ പറഞ്ഞ പോലെ കലാദാൻ പ്രൊജക്ട്, കലാദാൻ മൾട്ടി മോഡൽ പ്രൊജക്ട്, ഇപ്പുറത്ത് വേറൊരു രാജ്യത്തിന്റെ പേര് എഴുതും. എന്നിട്ട് ഇത് തമ്മിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് ചോദിക്കും. ഇപ്പം ഗലപ്പൂവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബംഗ്ലാദേശ് അല്ല ഭൂട്ടാനാണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയും ഇന്റർനാഷണലൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രിലിംസിന് ഇങ്ങനെയും ചോദ്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് പാർട്ണർ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഒരു സൈഡ് തന്നിട്ട് റൈറ്റ് സൈഡിലെ രാജ്യങ്ങളുടെ പേര് തന്നിട്ട് എന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിലേക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആ പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗലപ്പ് പ്രൊജക്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിന്റെ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. ഭൂട്ടാൻ രാജാവ് കിങ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഭൂട്ടാനിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയൊരു എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം ഷെയർ ചെയ്തു. അതാണ് ഈ ഒരു ഗലപ്പു എന്നുള്ള സിറ്റിയാണ് അവിടെ സതേൺ ഭൂട്ടാനിലുള്ള. അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. അവിടേക്ക് ഈ പറഞ്ഞ പോലെ ഭൂട്ടാനിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി അറ്റ് ഗലപ്പു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഗലപ്പു പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്നത്. സോ ദ ഗലപ്പു മൈൻഡ്ഫുൾനെസ് സിറ്റി ഈസ് ടു കീപ് സസ്റ്റൈനബിലിറ്റി, വെൽബീങ് ആൻഡ് എൻവയോൺമെന്റൽ കൺസേൺസ് അറ്റ് ദ ഫോർ ഫ്രണ്ട്. വളരെ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ പ്രതീക്ഷിക്കണം. അതുവഴി ഈ പറഞ്ഞ പോലെ ഭൂട്ടാനിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലുകളൊക്കെ തന്നെ ക്രിയേറ്റ്, കാരണം ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്ട് ആണ്, അല്ലെങ്കിൽ വലിയൊരു ഐഡിയ ആണ് ആ ഒരു ഗലപ്പു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യ അതിനോട് സഹകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു ഇന്ത്യയുടെ എക്സ്പെർട്ടൈസ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും അവിടുത്തെ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ കൈമാറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഗലപ്പോ സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എക്സ്പെക്ടഡ് ടു ഫോക്കസ് ഓൺ ഹ്യൂമൻ വെൽബീങ്. നമ്മൾ എംപ്ലോയ്മെന്റ് ജനറേഷൻ മാത്രമല്ല നോക്കുന്നത്, അവിടെ ഹ്യൂമൻ വെൽബീങ്ങിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നുണ്ട്. യോഗ, റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ, സ്പാ തെറാപ്പീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗലപ്പോ സിറ്റീസിന്റെ ഭാഗമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി യോഗ റിലേറ്റഡ് ആയിട്ടൊക്കെ പറയുവാണെങ്കിൽ ഇന്ത്യ ആ മേഖലയിൽ വലിയൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം എന്തായാലും അങ്ങനെ ഒരു ഇന്ത്യയുടെ കോപ്പറേഷൻ ആ ഒരു ഗലപ്പോ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ അതൊക്കെ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരുന്നേക്കാം. ഇനി മറ്റേതൊക്കെ മേഖലകളാണ് നമ്മൾ ഭൂട്ടാനുമായിട്ട് സഹകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഹൈഡ്രോ പവർ കോർപ്പറേഷൻ. കാരണം ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ നല്ലൊരു ശതമാനം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഒക്കെ തന്നെ പ്രൊക്യൂർ ചെയ്യുന്നത് ഭൂട്ടാനിൽ നിന്നുമാണ്. ഭൂട്ടാന്റെ കാര്യത്തിൽ അത് നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് അവർക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സെവറൽ കോപ്പറേറ്റീവ് ഹൈഡ്രോ പ്രൊജക്ടുകളിൽ ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാൻ ഇപ്പോൾ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിൽ നിന്നും കരകയറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഭൂട്ടാന്റെ ഭാഗത്തുണ്ട്. സോ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറഞ്ഞ അല്ലെങ്കിൽ അവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അവർ ആർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഇന്ത്യക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യ തിരിച്ച് അതിനുള്ള വരുമാനം, അതിനുള്ള റവന്യൂ കൃത്യമായിട്ട് ഇന്ത്യ അങ്ങോട്ടേക്കും കൈമാറുന്നുണ്ട്. സോ ആ ഒരു റവന്യൂ മാർഗം തീർച്ചയായിട്ടും ഭൂട്ടാൻ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നും കരകയറാൻ സഹായിച്ചിട്ടുണ്ട്. കം ഔട്ട് ഫ്രം ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് നിന്നും കരകയറാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മേഖലകളിൽ, എസ്പെഷ്യലി എക്കണോമിക്സ് മേഖലയിലെ വലിയൊരു പാർട്ട്നേഴ്സ് ആണ് ഇന്ത്യയും ഭൂട്ടാനും. ഇപ്പൊ ഇന്ന് ഈ ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗലപ്പോ സിറ്റീസിനെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ഗലപ്പോ പ്രൊജക്ടിനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുമ്പോഴേക്കും മറ്റ് പ്രദേശങ്ങൾ, ഇപ്പം ഇതൊരു രാജ്യമാണെന്ന് വിചാരിക്കുക, അതിനകത്തൊരു ചെറിയൊരു ഏരിയ ആയിരിക്കും ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ SEZ എന്ന് പറയുമ്പോൾ. ഈ പുറത്തുള്ള ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ഉള്ള ലോസ് ഒന്നും ചിലപ്പോൾ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ആപ്ലിക്കബിൾ ആകത്തില്ല. കാരണം സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് കൂടുതൽ സാധനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിച്ച് അവിടെ നിന്നും കയറ്റുമതി ചെയ്യാനായിട്ട്, മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ മറ്റ് പ്രദേശങ്ങളിലുള്ള നിയമങ്ങളായിരിക്കത്തില്ല ഇവിടെ അവൈലബിൾ ആകും. കുറച്ചുകൂടെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ആയിരിക്കും, റിലാക്സ്ഡ് ആയിട്ടുള്ള ലോസ് ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുവഴി കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് കയറ്റുമതി ചെയ്ത് കൂടുതൽ വരുമാനം കണ്ടെത്താം, ആ രാജ്യത്തിനൊപ്പം കൂടുതൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഏരിയാസ് ആണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആയിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ഭൂട്ടാന്റെ പ്രൊജക്ട് ആണ് ഗലപ്പു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്